കാലമിടത്തൊന്നും മാറണം. ആരോടും പറയാ. ഓർക്കുന്നില്ലേ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടെ കരഞ്ഞുപോയ ഈ ജനാർദ്ദനനെ? എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. മക്കളും ബന്ധുക്കളുമൊന്നും എത്തിയില്ലെങ്കിലും നന്മയുള്ള മനസ്സുമായി ചിലരെത്തി. ഈ ജീവകാരുണ്യഹസ്തം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലെ മെമ്പറാണ്. ഇതിലുള്ള ദുബായിലുള്ള മെമ്പർമാർ ഈ ന്യൂസ് 80 എന്ന് പറയുന്ന ചാനലിലെ വാർത്ത കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ഇവിടെ ജയമല്ലി ജനാർദ്ദൻ എന്ന് പറഞ്ഞ 2 ആളുകൾ ആരും നോക്കാനില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയതാണ്. വന്ന സമയത്ത് ജയമല്ലി എന്ന ഒരാൾ മരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജനാർദ്ദൻ നാളെ എടുത്തു പോയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് മറ്റു ചിലർ കൂടി എത്തിയെങ്കിലും ജീവകാരുണ്യം കൂട്ടായ്മയുടെ അഭ്യർത്ഥന ജനാർദ്ദനൻ സ്വീകരിച്ചു. അതിനോട് ഇതിനെ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചാനലുകാർ പറയാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവരോടൊന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥലം പറഞ്ഞു എന്നോട്. ആ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെന്നാണ് പറഞ്ഞത്. അവിടെ കൊണ്ടാക്കാം, അങ്ങനെയുള്ള ഇതിലാണ് അവർ പറഞ്ഞത്. കാലുമിടത്തെ അസുഖം മാറണം, ഒരു ചെറിയൊരു ജോലി ചെയ്യണം, കിടന്നുറങ്ങണം, പൈസയെല്ലാം നമ്മൾ മോഹിക്കണ്. നമുക്കൊരു ആത്മഹത്യയിലേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ജോലി മതി. അതിൽ സന്തോഷമുള്ള. രോഗം ഭേദമായ ശേഷം തൊഴിലെടുത്ത് ജീവിക്കണമെന്നാണ് ജനാർദ്ദനൻ്റെ ആഗ്രഹം. അതിനുള്ള സൗകര്യവും നരിക്കുനിയിലെ അത്താണിയിൽ ഒരുക്കുമെന്ന് ജീവകാരുണ്യ പ്രവർത്തകർ ഉറപ്പു നൽകി. കോഴിക്കോട് തന്നെ നരിക്കുനിയിലുള്ള മുഹമ്മദ് മാസ്റ്റർ എന്ന ആളുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അത്താണി എന്ന് പറഞ്ഞ അഗതി മന്ദിരത്തിലേക്ക് ജനാർദ്ദൻ എന്ന ആളെ മാറ്റാൻ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് അതിന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജനാർദ്ദനൻ ഇപ്പോൾ കണ്ണീർ പൊഴിക്കുന്നത് ആരുമില്ലെന്നുള്ള സങ്കടം കൊണ്ടല്ല, ആരൊക്കെയോ ഉണ്ട് എന്ന സന്തോഷത്താലാണ്. കാലിലെ മുറിവുണങ്ങിയാൽ ജനാർദ്ദനൻ അത്താണിയിലേക്ക് പോവും. സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ കാത്തിരിപ്പുണ്ട് കുറച്ചു നല്ല മനുഷ്യർ. കെ. അനൂപ് ദാസ്, ന്യൂസ് 18, കോഴിക്കോട്.